നമസ്തേ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ രോഹിണി മഹേഷ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാർ വൈകിട്ട് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്യും. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാർ. നരേന്ദ്രമോദിയും അമിത് ഷായും പങ്കെടുക്കും. സംഭൽ വിഷയത്തിൽ ലോക്സഭയിൽ ഒറ്റപ്പെട്ട കോൺഗ്രസ്. നടുത്തളത്തിൽ പ്രതിഷേധിക്കാൻ ഒപ്പമിറങ്ങാതെ ഇന്ത്യ കക്ഷികൾ. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ CPM ഏകാധിപത്യം. ആയമാരുടെ നിയമനം സഖാക്കൾ ഇടപെട്ട്. ജോലി നേടിയവരിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും. വിദഗ്ധ സംഘം കുട്ടികളെ പരിശോധിക്കും. ബംഗ്ലാദേശിലെ ഹിന്ദു വേട്ടയെ അപലപിച്ച് അമേരിക്ക. യൂനിസ് സർക്കാർ ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യം. UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും അമേരിക്കൻ കോൺഗ്രസ് അംഗം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ വീണ്ടും SFI അഴിഞ്ഞാട്ടം. ഭിന്നശേഷിക്കാരനെ 4 വട്ടം ഇടിമുറിയിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു. ദൃശ്യങ്ങൾ ജനം TVക്ക്. 4 പ്രവർത്തകർക്കെതിരെ കേസ്. വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനം. കളർകോട് വാഹന അപകടത്തിൽ വഴിത്തിരിവ്. കാർ നൽകിയത് വാടകയ്ക്കെന്ന് സ്ഥിരീകരിച്ച പോലീസ്. ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ആലപ്പുഴ RTO. അപകടത്തിന് മുൻപ് വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പെട്രോൾ പമ്പിലെത്തുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക്. രാത്രി 1000 ലിറ്റർ കടലിലേക്ക് ഒഴുകി പോയതിന് ശേഷം 6 മുതൽ ഞങ്ങൾ രാത്രി 12, 10, 11 വരെ നിന്ന് ആ സമയത്താണ് ഇവർ ബാരൽ കൊണ്ടിട്ട്. നിങ്ങൾ കണ്ടല്ലോ കുറച്ച് പഞ്ഞിക്കട്ടകൾ. ഇത്രയും വലിയൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഒരു സേഫ്റ്റി സംവിധാനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് പഞ്ഞിക്കട്ടകൾ, ഒരു മഗ്ഗും ചെഗ്ഗൊക്കെ ഉള്ളൂ. അതാണ് ഞങ്ങൾക്ക് ഭയപ്പെടുത്തുന്നത്. ഒരു സുരക്ഷാ സംവിധാനമില്ല. ഇവർ 1.5 വർഷം ഷട്ട് ഡൗൺ ചെയ്ത് മൊത്തം അടച്ചു. ഏലത്തൂർ ഇന്ധന ചോർച്ചയിൽ ആശങ്ക അകലുന്നില്ല. HPCLലെ ചോർച്ച അടയ്ക്കാനാകാതെ അധികൃതർ. കമ്പനിക്ക് വീഴ്ച പറ്റിയെന്ന ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. 4 മണിക്കൂർ നീണ്ട രക്ഷാദൗത്യം വിഫലം. തൃശൂർ പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കുട്ടിയാന ചെരിഞ്ഞു. വീഴ്ചയിലെ പരിക്ക് മരണകാരണമെന്ന് സൂചന. വിശദമായ വാർത്തകളിലേക്ക്. മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി മഹാരാഷ്ട്ര. വൈകിട്ട് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. മുംബൈ ആസാദ് മൈതാനിയിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മഹാരാഷ്ട്രയുടെ 18ാമത് മുഖ്യമന്ത്രിയായി BJP നേതാവ് ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. NCP നേതാവ് അജിത് പവാറാണ് ഉപമുഖ്യമന്ത്രി. ഗവർണർ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ആഭ്യന്തര വകുപ്പ് BJP തന്നെ കൈകാര്യം ചെയ്യുമെന്നും ധനവകുപ്പ് NCPക്കും പൊതുമരാമത്ത് ഉൾപ്പെടെ ചില പ്രധാനപ്പെട്ട വകുപ്പുകൾ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും നൽകുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, വ്യവസായ പ്രമുഖർ, ബോളിവുഡ് താരങ്ങളും ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പദ്ധതികളിൽ പങ്കാളികളായവരെയും ചടങ്ങിൽ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്നലെ മുംബൈയിൽ ചേർന്ന BJP നിയമസഭാ കക്ഷിയോഗം ദേവേന്ദ്ര ഫട്നാവിസിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിറകെ മഹായുതി നേതാക്കൾ രാജ്ഭവനിലെത്തി സർക്കാർ രൂപീകരണത്തിന് അനുമതി തേടിയിരുന്നു. 288 അംഗ നിയമസഭയിൽ 235 അംഗങ്ങളുടെ മികച്ച ഭൂരിപക്ഷത്തിലാണ് BJP നേതൃത്വം നൽകുന്ന മഹായുതി അധികാരത്തിലേറുന്നത്. ജനം, ഡൽഹി. മുംബൈയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. രാവിലെ മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സുരക്ഷയ്ക്കായി 4000 പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ബൃഹൻ മുംബൈ പോലീസ് കമ്മീഷണർക്കാണ് സുരക്ഷാ ചുമതല. ചടങ്ങിന് മുന്നോടിയായി മഹാരാഷ്ട്ര നിയുക്ത മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലും മുംബാദേവി ക്ഷേത്രത്തിലും പ്രാർത്ഥന നടത്തി.
ഭിന്നശേഷി യുവാവിനോട് SFIയുടെ ക്രൂരത. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയെ SFIക്കാർ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. 3 SFI പ്രവർത്തകർക്കെതിരെ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു. ഭിന്നശേഷി കമ്മീഷനിൽ നേരിട്ടെത്തി വിദ്യാർത്ഥി പരാതി നൽകുകയായിരുന്നു. കോളേജിലെ ഇടിമുറിക്കുള്ളിൽ വെച്ചായിരുന്നു ഭിന്നശേഷിക്കാരനായ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, എന്തായിരുന്നു സംഭവം? രോഹിണി, 2 ദിവസങ്ങൾക്ക് മുമ്പാണ് കാട്ടാക്കട സ്വദേശിയായിട്ടുള്ള 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയെ ഇത്തരത്തിൽ കോളേജിലുള്ള ഇടിമുറിയിൽ വിളിച്ചു വരുത്തിയതിനു ശേഷം മോശമായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തത്. ഈ ഞാൻ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി കാലിന് സ്വാധീനം കുറവുള്ള ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വൈകല്യത്തെ കളിയാക്കുകയും വൈകല്യത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ആ കുട്ടിയുടെ മുഖത്ത് നോക്കി മോശം അസഭ്യം വാക്കുകൾ പറയുകയും തുടർന്ന് ആ കുട്ടിയുടെ ഇടത് കാല് യൂണിറ്റ് സെക്രട്ടറി കൂടിയായ മിഥുൻ ഉദയ എന്ന് പറയുന്ന യൂണിറ്റ് സെക്രട്ടറി ആ കുട്ടിയുടെ കാല് ചവിട്ടി മെതിക്കുകയും ഞെരിക്കുകയും ചെയ്തു എന്നാണ് ഈ കുട്ടി തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷെ ആ സമയത്തൊന്നും പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. തുടർന്നാണ് മാധ്യമ വാർത്തകൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ 3 പേർക്കെതിരെ SFI നേതാക്കന്മാരായിട്ടുള്ള 3 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള വിധു ഉദയ, അതോടൊപ്പം തന്നെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അമൽ ചന്ദ്, അതോടൊപ്പം തന്നെ യൂണിറ്റ് അംഗം കൂടിയായിട്ടുള്ള മിഥുൻ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ കുട്ടി 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്, ഇസ്ലാമിക് ഹിസ്റ്ററി വിദ്യാർത്ഥിയാണ്. ഈ കുട്ടിയെ SFI യൂണിയനിൽ ചേരാനായിട്ട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥി അതിന് വിസമ്മതിച്ചു. ഇത്തരത്തിൽ ഈ യൂണിറ്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ SFIയിൽ ചേരാനുള്ള വിമുഖത അറിയിച്ചതിനെ തുടർന്നാണ് കുട്ടിയുടെ മോശമായി പെരുമാറിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിലെത്തി നേരിട്ട് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇതുവരെ നടപടികൾ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ഈ വിദ്യാർത്ഥിയെ ഇടിമുറിയിൽ കൊണ്ടുപോയാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ മോശമായ രീതിയിലാണ് ആ വിദ്യാർത്ഥിയോട് ഇടപഴകുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോഴും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനുള്ളിൽ ഇടിമുറികളുണ്ട്. SFI യൂണിറ്റ് നേതൃത്വത്തിൽ ഇടിമുറികളുണ്ട്. കുട്ടികൾ യൂണിറ്റിൽ ചേരാതിരിക്കുമ്പോൾ കുട്ടികളെ മർദ്ദിക്കുന്ന പ്രവണത പതിവാണെന്നും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രോഹിണി, ടിൻഡു, നമുക്കറിയാം SFIയുടെ ക്രൂരത പല രീതിയിലാണ് ക്യാമ്പസുകളിൽ അഴിഞ്ഞാടുന്നത്. ഈ ഭിന്നശേഷി യുവാവിനോട് ഇത്രയധികം ക്രൂരത കാണിക്കാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളതാണ്. അതായത് SFIയുടെ ഈ ഇടിമുറി ഇപ്പോഴുമുണ്ട്. നമുക്കറിയാം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പല കുട്ടികളും ഇത് ഭയന്നിട്ട് പുറത്തു പറയാൻ പോലും മടിക്കുന്നു. പല അധ്യാപകരും SFIയോടുള്ള ആഭിമുഖ്യം കാരണം പുറത്തു പറയാൻ മടിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ അവിടെ ഇപ്പോഴും ഈ ഇടിമുറിയുണ്ട്. SFI ആരെയൊക്കെ ഉന്നം വയ്ക്കുന്നു അവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് ഇടിച്ച് ചതയ്ക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ യൂണിറ്റിൽ ചേരാൻ വിസമ്മതം കാണിക്കുന്ന 1ാം വർഷ വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് കുട്ടികളോട് ക്രൂരമായിട്ട് ഇടപഴകുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ വിദ്യാർത്ഥികൾ യൂണിറ്റിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചു പോകാനുള്ള വിസമ്മതം അറിയിക്കുമ്പോഴാണ് കുട്ടികൾക്കെതിരെ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. നമുക്കറിയാം ഈ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരുടെ യൂണിറ്റുകൾ അല്ലെങ്കിൽ മറ്റ് പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സംഘടനാ ആശയങ്ങൾ അവിടെ ഉയർത്താൻ അനുവദിക്കാതെ അവരെ അടിച്ചമർത്തുന്ന, അതായത് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കോളേജിലും ഭൂരിഭാഗം കോളേജുകളിലും ഇവരുടെ പ്രവണത ഇത് തന്നെയാണ്. മറ്റ് പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരാതിരിക്കാനായിട്ടും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോകാതിരിക്കാനുമായിട്ടുള്ള അക്രമ സ്വഭാവമാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സംഭവിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറികൾ ഇപ്പോഴും തുറന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവിടെ കുട്ടികൾക്കെതിരെ ക്രൂരമായിട്ടുള്ള അക്രമങ്ങളും അതോടൊപ്പം തന്നെ കുട്ടികളെ പൈശാചികമായിട്ട് കുട്ടികളോട് ഇടപഴകുന്നത്. ഈ സംഘടനയുടെ നേതൃത്വം ആദർശനാണ് SFIയുടെ ജില്ലാ നേതൃത്വമുള്ളത്. ആദർശ് നമുക്കറിയാം കഴിഞ്ഞ കലോത്സവത്തിന് KSUSFI അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന സമയത്ത് പോലീസിന് മുന്നിൽ വെച്ച് തന്നെ വലിയ രീതിയിൽ പോലീസിന് മുന്നിൽ വെച്ച് ഈ ഡെസ്കിന്റെ കാല് വലിച്ചെടുത്തുകൊണ്ട് കൂടെയുള്ള വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ദൃശ്യമൊക്കെ ജനം TV തന്നെയാണ് അന്ന് പുറത്തുവിട്ടത്. അപ്പോൾ അത്തരത്തിൽ SFIയുടെ ഭാഗത്തു നിന്നുള്ള ക്രൂര നിലപാടുകൾ ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ടെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടിൻഡു, അതോടൊപ്പം ഒരു കാര്യം കൂടി, നിലവിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥി ഭിന്നശേഷി കമ്മീഷനിലും പരാതി നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തുടർ നടപടികൾ എപ്രകാരമായിരിക്കുമെന്നാണ് കരുതേണ്ടത്?
നിലവിലിപ്പോൾ 3 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവർക്കെതിരെ കോളേജ് അല്ലെങ്കിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് 2 ദിവസം കഴിയുമ്പോഴാണ് പരാതി സ്വീകരിക്കുന്നത്, ഇതിന്മേൽ കേസ് എടുക്കുന്നതും. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സമാനമായ രീതിയിൽ ഈ മർദ്ദന കേസുകളും അതോടൊപ്പം തന്നെ കുട്ടികളെ ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലീസ് എപ്പോഴും നിസ്സംഗതയോട് കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഈ ഘട്ടത്തിലും 2 ദിവസം വൈകുമ്പോഴാണ് പോലീസ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 3 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസ് ഇനി എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും കോളേജ് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ നടപടികളും ആരംഭിച്ചിട്ടില്ല. SFI എന്ന പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഭയക്കുന്നു, അല്ലെങ്കിൽ കോളേജ് വരെ ഭയക്കുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുമോ എന്നൊരു കാര്യത്തിലാണ് ആശങ്ക. നമുക്കറിയാം, ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി പഠനത്തിന് വേണ്ടി വരുമ്പോൾ അവരെ പോലും വെറുതെ വിടുന്നില്ല. നമുക്കറിയാം, ഈ ആഴ്ചയിൽ ഭിന്നശേഷി സൗഹൃദ വാരാഘോഷമാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ ഭിന്നശേഷി വകുപ്പ് മന്ത്രിയും ഈ വാരാഘോഷങ്ങൾ വലിയ രീതിയിൽ കൊട്ടി ആഘോഷിക്കുന്നുണ്ട്. അതിനിടയിലാണ് തലസ്ഥാന നഗരിയിൽ തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോളേജിൽ ഒരു വിദ്യാർത്ഥി SFI എന്ന അക്രമ പ്രസ്ഥാനത്തിന് ഇരയാകേണ്ടി വന്നത്. ആ കുട്ടിയെ വളരെ പൈശാചികവും ക്രൂരവുമായിട്ടാണ് ആ ഇടിമുറിക്കകത്ത് ആ കുട്ടിയോട് ഇടപഴകിയിട്ടുള്ളത്. അത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മിഥുൻ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മിഥുൻ ഉദയ ആ കുട്ടിയോട് വളരെ മോശമായിട്ട് വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ, മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ആ കുട്ടി ആ യൂണിറ്റിൽ ചേരാനുള്ള വിസമ്മതം അറിയിക്കുമ്പോൾ അതിന്റെ കാല് ചവിട്ടി തിരിക്കുകയും ഷൂ ഉപയോഗിച്ചുകൊണ്ടാണ് ചവിട്ടി തിരിച്ചത്. അപ്പോൾ അത് അത്രയും മാനസികമായിട്ട് വേദനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്തരത്തിൽ ഭിന്നശേഷി കമ്മീഷനിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടുള്ളത്. ആയാലും നടപടികളുമായിട്ട് ഈ വിദ്യാർത്ഥി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇതിൽ കോളേജ് എടുക്കുന്ന നിലപാട് എന്താണ്, പോലീസ് എത്തരത്തിൽ ഈ കേസ് അന്വേഷിക്കും തുടങ്ങിയ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത്. ശരി ടിൻഡു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ SFIയുടെ അഴിഞ്ഞാട്ടം വീണ്ടും. ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്. കോടതി നിർദ്ദേശത്തിന് പുല്ലുവില നൽകി CPM. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം. വഞ്ചിയൂരിലെ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ്. തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും റോഡ് കയ്യേറിയാണ് CPMന്റെ നടപടി. രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, യാതൊരു തരത്തിലുള്ള പ്രകടനങ്ങളും റോഡ് ഗതാഗതത്തെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും റോഡ് കയ്യേറിക്കൊണ്ട് CPM സമ്മേളനം നടത്തുന്നു എന്നുള്ളതാണ്. ഇതിന് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പോലീസും അവിടെ തന്നെയുണ്ട്. വിവരങ്ങൾ. രോഹിണി, തീർച്ചയായും ഇത് ഹൈക്കോടതി നിയമത്തിന്റെ പൂർണ്ണമായ ലംഘനമാണ്. പൊതുഗതാഗതം ഇത്തരം രീതിയിൽ തടസ്സപ്പെടുത്തരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് വഞ്ചിയൂർ റോഡിന് മധ്യഭാഗത്ത് ഇതേ രീതിയിൽ CPMന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്റ്റേജ് പണി ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. വൈകുന്നേരത്താണ് സമ്മേളനം. ത്രിവേണി ജംഗ്ഷനിൽ നിന്നും വഞ്ചിയൂർ റോഡിലേക്ക്, ആ വഞ്ചിയൂർ റോഡ് ആ ഭാഗത്ത് ഒരു ഭാഗത്ത് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റേജിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. രാവിലെ 10 മണി സമയത്തൊക്കെ തന്നെ അവിടെ വലിയ രീതിയിൽ റോഡ് വലിയ രീതിയിൽ ബ്ലോക്ക് ആകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് 2 വശത്തേക്കും പോകുന്ന വണ്ടികൾ ഒരുമിച്ച് ഒരു റോഡിൽ കൂടിയാണ് ഇപ്പോൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കാരണം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇനി വൈകുന്നേരം ഒരു 4 മണി 5 മണി സമയമാകുമ്പോഴേക്കും അവിടെ ഒരു തരത്തിലും വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തത്ര തരത്തിലുള്ള ഗതാഗത കുരുക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. ഹോളി ഏഞ്ചൽ സ്കൂളിലേക്ക് പോകുന്ന റോഡാണ്. ഗോവിന്ദൻസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡാണ്. ഇത്തരത്തിൽ ആശുപത്രിയും സ്കൂളുകളും ഒക്കെ അവിടേക്ക് എത്തുന്നതിനായിട്ടുള്ള പ്രധാന വഴിയാണ്. മാത്രമല്ല, ഇത് ജില്ലാ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലാണ് ഇത്തരത്തിൽ സ്റ്റേജ് കിട്ടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മാത്രമല്ല, പൂർണ്ണമായും പോലീസിന്റെ സംരക്ഷണത്തോടു കൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ അതിന് ഒരുക്കങ്ങൾ നടത്തുന്നതും പോലീസിന്റെ പൂർണ്ണമായ സംരക്ഷണത്തോടു കൂടിയാണ്. വൈകുന്നേരത്താണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഏരിയ സമ്മേളനം, പാളയം ഏരിയ സമ്മേളനമാണ് CPMന്റെ ഇവിടെ നടക്കുന്നത്. 2-3-4 ദിവസങ്ങളായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്ത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അദ്ദേഹത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്, സമ്മേളന വേദിക്ക് വേണ്ടിയാണ് അതും റോഡിന്റെ
ഇത്രത്തോളം ഹാളുകൾ തിരുവനന്തപുരത്തുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് പൊതുഗതാഗതം തടസ്സപ്പെടുത്തി സാധാരണക്കാരെ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് റോഡിന്റെ ഒത്ത നടുവിൽ ഇതേ രീതിയിൽ ഒരു സ്റ്റേജ് പണിയുന്നത്. അതോടൊപ്പം തന്നെ വൈകുന്നേരത്തെ സമ്മേളനത്തിനു ശേഷം പ്രത്യേക നാടകം, അതായത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ള നാടകത്തിന്റെ അവതരണവും ഇതേ സ്റ്റേജിലാണ് നടക്കുന്നത്. ഇതിന് കൃത്യമായിട്ടും സ്റ്റേജ് കെട്ടുന്നതിനോ അല്ലെങ്കിൽ മൈക്ക് ഘടിപ്പിക്കുന്നതിനോ മറ്റൊരു തരത്തിലും ഇതിന് യാതൊരു അനുമതിയും വാങ്ങാതെയാണ് ഹൈക്കോടതി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിൽ CPM-ന്റെ ഏരിയ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നത്. ഏതായാലും രാവിലെയൊക്കെ തന്നെ യാത്രക്കാർ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ റോഡ് ഏകദേശം ബ്ലോക്ക് ആകുന്നത്, വലിയ രീതിയിൽ ബ്ലോക്ക് നമുക്ക് അനുഭവപ്പെടുന്നത് രാവിലെ 9 മണി 10 മണി സമയം, ഒരു ഉച്ചയ്ക്ക് സമയം, അതോടൊപ്പം തന്നെ വൈകുന്നേരത്ത് ഓഫീസുകളും സ്കൂളുകളും ഒക്കെ വിടുന്ന ഒരു 4 മണി 5 മണി സമയം. ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ഗോവിന്ദൻ ഹോസ്പിറ്റലിലേക്കും ജനറൽ ആശുപത്രിയിലേക്കും പോകുന്ന റോഡാണ്. സ്കൂളുകളുണ്ട്, കോടതിയുടെ മുന്നിലാണ്, പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്. ത്രിവേണി ജംഗ്ഷൻ വഞ്ചിയൂർ റോഡ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് പൂർണ്ണമായും ഒരു സമ്മേളനത്തിന് വേണ്ടി രണ്ട് വശവും പൂർണ്ണമായി അടച്ചു വെച്ചുകൊണ്ട് ആ റോഡിന്റെ ഒത്ത നടുക്കാണ് CPM-ന്റെ ഏരിയ സമ്മേളനത്തിന് വേണ്ടി വലിയൊരു സ്റ്റേജ് കെട്ടിപ്പോക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡിലും പോലീസുകാർ നിരന്ന് നിൽപ്പുണ്ട്. ഇതിനെ പൂർണ്ണമായ സംരക്ഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് CPM-ന് എന്തും യാതൊരു നിയമങ്ങളും പാലിക്കാതെ എന്തും ചെയ്യാം എന്നുള്ള ഒരു നില തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആ യാത്രക്കാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. രണ്ട് വശത്തും, അതായത് ഒരു വശത്തേക്ക് പോകുന്നവരും മറുവശത്തേക്ക് വരുന്നത്, ഇത് രണ്ടും കൂടി ഒരു വഴിയിലാകുമ്പോൾ കടന്നു പോകാൻ പറ്റാത്തത്ര ഗതാഗത കുരുക്കും പ്രശ്നങ്ങളുമാണ് ഇപ്പോൾ ത്രിവേണി ജംഗ്ഷനിലും മഞ്ചൂർ റോഡിന് മുന്നിലും നിലനിൽക്കുന്നത്. രോഹിണി. രശ്മി, നമുക്കറിയാം നഗര ഹൃദയമാണ്. ഏതൊക്കെ റോഡുകളിലൂടെയാണ് ഈ വഞ്ചൂർ ഭാഗത്തേക്ക് വരുന്നതെന്നറിയാം. പ്രധാനമായും വളരെ തിരക്കേറിയ ജനറൽ ഹോസ്പിറ്റൽ റോഡുണ്ട്, ആയുർവേദ കോളേജ് റോഡുണ്ട്. ഇതെല്ലാം ഇതുവഴി കടന്നു പോകുന്ന മേഖലകളാണ്. പക്ഷേ അവിടെയാണ് ഇത്തരത്തിൽ ഒരു റോഡിന്റെ ഒരു ഭാഗം മുഴുവൻ ഇങ്ങനെ കെട്ടി അടച്ചുകൊണ്ടുള്ള നീക്കം CPM നടത്തുന്നത്. ഇതിന് യാതൊരുവിധ തുടർ നടപടികളും തടയുന്നതിന് വേണ്ടിയുള്ള നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇത് ഒരു പാതയിലൂടെ വണ്ടി തിരിച്ചു വിടുന്നതിന്റെ ഫലമായി അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം പോലീസ് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. പോലീസിനും അതിനാണ് താല്പര്യം. അല്ലാതെ ഇവരെന്തുകൊണ്ടാണ് നിയമലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ അവിടെ ആർക്കും ധൈര്യമില്ല എന്നുള്ളതാണ്. അതിനെതിരെ ശബ്ദിക്കാൻ ആർക്കും ധൈര്യമില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിന് എന്തെങ്കിലും ആവശ്യകാര്യത്തിന് സൈഡിൽ 1 മിനിറ്റ് പോലും പാർക്ക് ചെയ്യാൻ പോലീസ് അനുവദിക്കുന്നില്ല. പോലീസ് പറയുന്ന ഒരു കാര്യം, ഈ രണ്ട് കൂടെയുള്ള വണ്ടികൾ ഒരേ റോഡിൽ കൂടിയാണ് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് പോകാൻ സ്ഥലമില്ലാതെ ആകും എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതേസമയം ഒരു വശത്തേക്ക് പോകേണ്ട ഭാഗം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഉൾപ്രദേശത്തോട്ടൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് അത് അങ്ങനെ ന്യായീകരിക്കാം. പക്ഷേ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. വഞ്ചിയൂർ പോലെ, അതായത് ജില്ലാ കോടതിയുടെ മുൻവശമാണ്, പോലീസ് സ്റ്റേഷന്റെ മുൻവശമാണ്, ആശുപത്രിയിലേക്ക് പോകേണ്ട വഴിയാണ്, സ്കൂളിലേക്ക് പോകേണ്ട വഴിയാണ്. അത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയുടെ ഒത്ത നടുക്കാണ് ഈ പാളയം ഏരിയ സമ്മേളനത്തിന് വേണ്ടി ഈ സ്റ്റേജ് കെട്ടിപ്പൊക്കുന്നത്. അതും വൈകുന്നേരത്തെ സാഹചര്യം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം എത്രത്തോളം തിരക്ക് വൈകുന്നേരം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഓഫീസ് വിടുന്ന സമയമാണ്, സ്കൂളുകൾ വിടുന്ന സമയമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ്. അതുകൊണ്ട് രണ്ട് വശത്തു നിന്നുള്ള വാഹനങ്ങൾ വന്ന് പൂർണ്ണമായ ഒരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഒരു വലിയ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഇത് യാത്രക്കാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മാത്രമല്ല, ഈ CPM സംസ്ഥാന സെക്രട്ടറി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ, ഈ സമ്മേളനം പൂർണ്ണമായും കഴിയണം, സമ്മേളനത്തിന് പിന്നാലെ ഒരു നാടകം കൂടി CPM-ന്റെ അവിടെ അവതരിപ്പിക്കുകയാണ്. അതും ഇത്രത്തോളം യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഒരു റോഡിന്റെ ഒത്ത നടുവിൽ സ്റ്റേജ് പടുത്തുയർത്തി അവിടെ ഇത്തരത്തിൽ സമ്മേളനവും മറ്റ് നാടകം ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അവതരിപ്പിക്കുന്നത്. പൊതുജനങ്ങൾ തന്നെ പ്രതികരിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇത്തരം സമ്മേളനങ്ങൾ നടത്തണമെങ്കിൽ അത് ഏതെങ്കിലും ഹാളുകളിലോ അല്ലെങ്കിൽ സൗകര്യമുള്ള സ്ഥലത്തേക്കോ അത് മാറ്റി അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചൂടെ? അല്ലെങ്കിൽ എന്തെങ്കിലും നാടകമുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വേദികൾ തെരഞ്ഞെടുത്തൂടെ? എന്തിനാണ് യാത്രക്കാരെയും അവരുടെ ജോലിയെയും ആശുപത്രിയിലൊക്കെ വളരെ അടിയന്തരമായി പോകുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ തന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡിന്റെ ഒത്ത നടുവിൽ ഇത്തരത്തിലൊരു സ്റ്റേജ് കെട്ടി, അതും പോലീസ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കേണ്ട പോലീസ് തന്നെ ആ സ്റ്റേജ് കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രോഹിണി. ശരി രശ്മി, കോടതി നിർദ്ദേശത്തിന് പുല്ല്
വില നൽകി CPM. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം. വഞ്ചിയൂരിലെ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. സമ്മേളനത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് പോലീസ്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ എലത്തൂർ ഡിപ്പോയിൽ വീണ്ടും ഇന്ധനം ചോർന്ന വിഷയത്തിൽ അലാം സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചില്ലെന്ന് ഡെപ്യൂട്ടി കളക്ടർ അനിതകുമാരി. ടാങ്കിലെ ഇന്ധനം മുഴുവനായി നീക്കം ചെയ്യുമെന്നും ഇന്ധനം എത്രത്തോളം പരന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഈ ഇന്ധന ചോർച്ച സംഭവിച്ചത് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണ്, അലാം സംവിധാനം പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്, അലംഭാവം തന്നെയാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവത്തിൽ അധികൃതർക്ക് വീഴ്ച പറ്റി എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ പരിശോധന നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇന്നലെ വൈകിട്ട് 4 മണിയോട് കൂടിയിട്ടായിരുന്നു HPCLന്റെ ഡിപ്പോയിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് അത് അവസാനിപ്പിക്കാനുള്ള നിർത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെയും ഉച്ച 11 മണിവരെയൊക്കെ പുറത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്തായിരുന്നു മാധ്യമപ്രവർത്തകരോട് ഇത് സംബന്ധിച്ച കാര്യം ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാൻ തയ്യാറായത്. ആ സമയത്താണ് HPCL ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഓവർഫ്ലോ ഉണ്ടായി പുറത്തേക്ക് ഒഴുകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വിവിധ വകുപ്പുകളിൽ നിന്ന് ജില്ലാ കളക്ടർ തേടിയിട്ടുമുണ്ട്. 2:30 സിവിൽ സ്റ്റേഷനിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേരുമ്പോൾ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ, അതായത് റവന്യൂ ഉദ്യോഗസ്ഥരും മലിനീകരണ നിയന്ത്രണ ബോർഡും കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലം സന്ദർശിച്ച് നടത്തിയ സംബന്ധിച്ച റിപ്പോർട്ടുകൾ ജില്ലാ കളക്ടറുടെ മുമ്പിൽ വയ്ക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ വിലയിരുത്തലുകൾ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓവർഫ്ലോ ഉണ്ടായതാണ്, അതായത് ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആയാണ് ഡീസൽ പുറത്തേക്ക് ഒഴുകിയത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു ടാങ്കറിന് 3 ഘട്ടങ്ങളിലായിട്ടാണ് അതിലേക്കുള്ള ഡീസൽ നിയന്ത്രിക്കുന്നത്. ആദ്യഘട്ടത്തിലും 2ാം ഘട്ടത്തിലും ഇതിന്റെ അലാം മുഴങ്ങി. എന്നാൽ അവസാന ഘട്ടത്തിൽ ഈ ഡീസൽ എത്തിയ സമയത്ത് അലാം മുഴങ്ങിയില്ല. തുടർന്നാണ് ഓവർഫ്ലോ ഉണ്ടായി ഇത് പുറത്തേക്ക് ഒഴുകാനുള്ള സാഹചര്യം ഉണ്ടായത്. ഇത് സംബന്ധിച്ച പരിസരവാസികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന ആശങ്ക അവർ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകരും കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനടി തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കണമെന്നും അലർജി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും നടപടിയോ മറ്റോ ഉണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് വിവരം അറിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും റിപ്പോർട്ടുകളൊക്കെ സമർപ്പിച്ച് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന് ശേഷം മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കൂ. അതെന്തായാലും ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു യോഗം ചേരുക. അതിനുശേഷം കൂടുതൽ നടപടിയെ സംബന്ധിച്ചും ഇതിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചയെ സംബന്ധിച്ചും ഉള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ഗോകുൽ, ഈ ഇന്ധനം ചോർന്ന വിഷയത്തിൽ അലാം സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചില്ല എന്നാണ് ഡെപ്യൂട്ടി കളക്ടർ അനിതകുമാരി വ്യക്തമാക്കുന്നത്. ടാങ്കിലെ ഇന്ധനം മുഴുവനായി നീക്കം ചെയ്യുമെന്നും ഇന്ധനം എത്രത്തോളം പരന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുമെന്നും ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. ആ വാക്കുകളിലേക്ക്. നമ്മളിപ്പം പരിശോധനപ്പം പൊല്യൂഷൻ കൺട്രോളിൻ്റെ ഓഫീസറുണ്ട്, ഫാക്ടറി പോലീസ് ഉണ്ട്, ഹെൽത്ത് ഓഫീസർ വന്നിട്ടുണ്ട്, പിന്നെ തൽസ്ഥാനം എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി പോയി സ്ഥലം വിശദമായി പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും പിന്നെ കടലിൽ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത് കുറേ മത്സ്യങ്ങൾ ചത്തുപോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതും കൂടെ പരിശോധന നടത്തിയതിന് ശേഷം ഇതിനൊക്കെ സാമ്പിൾ എടുക്കാം. അതിന് ശേഷം നമ്മൾ എന്നിട്ട് നമുക്ക് പരിശോധിച്ച് നടന്നതിന് ഇതിപ്പോൾ ശരി എത്ര നമുക്ക് നഷ്ടം, അവിടെ എത്ര ഓയിൽ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, നമുക്ക് ഡീസൽ എത്രത്തോളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വേട്ട. ബംഗ്ലാദേശിൽ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അലയടിച്ച് പ്രതിഷേധം. ഭാരതത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടന്നു. ഹാജരാകാൻ അഭിഭാഷകർ ഇല്ലാത്തതിനാൽ ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ജയിലിൽ തുടരുകയാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു, പാഴ്സി, ജൈൻ, ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന സമാനതകളില്ലാത്ത അതിക്രമത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ജീവിക്കാനായി ചെറുത്തുനിൽപ്പ് അനിവാര്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധിച്ചു. അതിനിടെ ചിറ്റഗോങ്ങിൽ തീവ്ര ഇസ്ലാമിക സംഘടനകൾ വീണ്ടും ക്ഷേത്രം തകർത്തു. 24 മണിക്കൂറിനിടെ 3 ക്ഷേത്രങ്ങൾക്ക് നേരെയാണ് അക്രമമുണ്ടായത്.
ഹിന്ദുവിന് നേരെയുള്ള അതിക്രമങ്ങളിൽ ഭാരതത്തിൽ വിവിധ നഗരങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലും പ്രതിഷേധ റാലികളും സമ്മേളനങ്ങളും നടന്നു. ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ നടത്തുന്ന അതിക്രമങ്ങൾക്ക് അനുകൂല നിലപാടാണ് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ സ്വീകരിക്കുന്നത്. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെന്നും സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തുറന്നടിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് ഭാരതത്തിലേക്ക് പലായനം ചെയ്ത ശേഷം ആദ്യമായാണ് ഷെയ്ഖ് ഹസീന പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതേസമയം രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് അഭിഭാഷകൻ ഹാജരാകാനില്ലാത്തതിനാൽ ജയിലിൽ തുടരുകയാണ്. ചിന്മയ കൃഷ്ണദാസിനു വേണ്ടി ഹാജരാകാനിരുന്ന അഭിഭാഷകൻ ഇസ്ലാമിസ്റ്റുകൾ വീട് കയറി അതിക്രമിച്ച് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ ഹൈന്ദവ വേട്ടയെ അപലപിച്ച് അമേരിക്ക എല്ലാ തടവുകാർക്കും നിയമസഹായം ഉറപ്പാക്കണമെന്ന് ഇടക്കാല സർക്കാരിനോട് അമേരിക്കൻ വിദേശകാര്യ വക്താവ് വേദാന്ത് പട്ടേൽ ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കെതിരായ അക്രമം ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമാനും പറഞ്ഞു. Consistent with every government in which we have a relationship with, we are clear that there needs to be the respect of fundamental freedoms. There needs to be respect of religious freedom and basic human rights. Any kind of protest should be and need to be peaceful, and that any kind of crackdown, not even crackdown, that governments need to respect the rule of law. They need to respect basic human rights as part of that. And that's something we'll continue to emphasize. ഹിന്ദുക്കൾക്കെതിരായ അക്രമവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിന് അമേരിക്ക കടുത്ത ശാസനയാണ് നൽകിയത്. എല്ലാ തടവുകാർക്കും നിയമസഹായം ലഭ്യമാക്കണമെന്ന് ഇടക്കാല സർക്കാരിനോട് അമേരിക്കൻ വിദേശകാര്യ വക്താവ് വേദാന്ത് പട്ടേൽ ആവശ്യപ്പെട്ടു. എല്ലാ തടവുകാരുടെയും മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തണം. പൗരന്മാരുടെ മൗലികാവകാശങ്ങളും മതസ്വാതന്ത്ര്യവും ഉറപ്പുവരുത്താനും അമേരിക്കയുടെ നിർദ്ദേശം. നിയമസഹായം ലഭിക്കാത്തതിനാൽ ആചാര്യൻ ചിന്മയ കൃഷ്ണദാസിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ചിറ്റ്ഗോങ് കോടതി മാറ്റിവച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് US പ്രതികരണം വന്നത്. ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശിനോട് അമേരിക്കൻ കോൺഗ്രസ് അംഗം ബ്രാഡ് ഷെർമാനും ആവശ്യപ്പെട്ടു. ഹിന്ദു ന്യൂനപക്ഷത്തിന്റെ സംരക്ഷണം ഇടക്കാല സർക്കാർ ഉറപ്പാക്കണം. സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷൻ വോൾക്കർ ടർക്കും ബംഗ്ലാദേശ് ന്യൂനപക്ഷ യൂണിറ്റി കൗൺസിലും അന്വേഷണം നടത്തണമെന്നും ഷെർമാൻ ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. താലിബാൻ മോഡലിലേക്ക് ബംഗ്ലാദേശ്. സ്ത്രീകൾ മാർക്കറ്റുകളിൽ പ്രവേശിക്കുന്നത് വിലക്കിയുള്ള ഫത്വ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിളംബരം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തായി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശികൾക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. আগামীকাল থেকে প্রত্যেক দোকানের সামনে পর্দার ব্যবস্থা রাখতে হবে এবং সেই পর্দা প্রত্যেক নামাজের সময় ঝুলিয়ে দিতে হবে। অর্থাৎ প্রত্যেক নামাজের সময় বেচা কিনা বন্ধ থাকবে। ഗോപാൽഗഞ്ചിലെ മാർക്കറ്റിലാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്തി വിളംബരം നടത്തിയത്. സ്ത്രീകൾ മാർക്കറ്റിനുള്ളിൽ പ്രവേശിക്കരുത്. കച്ചവടം ചെയ്യുവാനും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. സ്ത്രീകളായ കച്ചവടക്കാരിൽ നിന്നും സാധനങ്ങൾ വാങ്ങിച്ചാൽ അവരെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇസ്ലാമിസ്റ്റുകളുടെ പ്രഖ്യാപനം. പ്രദേശത്തെ മദർസ അധികാരികളാണ് വിലക്ക് പ്രഖ്യാപിച്ചത്. ഇന്നു മുതൽ ഫത്വ പ്രാബല്യത്തിൽ വരും. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ ജന്മസ്ഥലവും ഷെയ്ഖ് ഹസീനയുടെ വീടും ഈ മാർക്കറ്റിന് സമീപമാണ്. ബംഗ്ലാദേശ് വിമോചന സമരത്തിന്റെ അലയൊലികളുള്ള ഒരു പ്രദേശത്താണ് ഭയാനകമായ ഇത്തരമൊരു അപമാനം നടക്കുന്നതെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ പങ്കുവച്ച് പശ്ചിമബംഗാൾ MLA-യും BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഗ്നിമിത്ര പോൾ ചൂണ്ടിക്കാട്ടി. അതേസമയം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമബംഗാളിലെ മാൾഡയിൽ ഇനി മുതൽ ബംഗ്ലാദേശി പൗരന്മാർക്ക് മുറികൾ വാടകയ്ക്ക് നൽകില്ലെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. പ്രതിദിനം ഏകദേശം 1 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെങ്കിലും ദേശീയ താൽപര്യവും സുരക്ഷയും കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ജനം, ഡൽഹി. ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്ന PSLV C-56 വിക്ഷേപണത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. വൈകിട്ട് 4 മണി മുതൽ 4 മണി 4 മിനിറ്റിനാണ് വിക്ഷേപണം നടക്കുക. ഉപഗ്രഹത്തിന്റെ സാങ്കേതിക പ്രശ്നം കാരണം ഇന്നലെ നടക്കേണ്ട ദൗത്യം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സൂര്യന്റെ ഏറ്റവും ചൂടേറിയതും ഏറ്റവും പുറമേയുള്ളതുമായ പ്രഭാവലയം കൊറോണ പാളിയെപ്പറ്റി പഠിക്കുകയാണ് പോബ്ര 3യുടെ ലക്ഷ്യം. ഭൂമിയിൽ നിന്നുള്ള കുറഞ്ഞ ദൂരം 600 കിലോമീറ്ററും കൂടിയ ദൂരം 60,530 കിലോമീറ്ററും വരുന്ന ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്കാണ് പോബ്ര 3 വിക്ഷേപിക്കുന്നത്. സ്പേസ് ഏജൻസിയുടെ സൗരപര്യവേക്ഷണ ദൗത്യമാണ് പോബ്ര 3.
ഒരേ സമയം വിക്ഷേപിക്കുകയും പിന്നീട് രണ്ടായി പിരിയുകയും ചെയ്യുന്ന ഉപഗ്രഹങ്ങളാണ് പോബ്ര 3. കൊറോണഗ്രാഫും ഒക്യൂൾട്ടറുമാണ് പ്രധാന ഭാഗങ്ങൾ. ഒരേ സമയം 150 മീറ്റർ അകലത്തിൽ 2 ഉപഗ്രഹങ്ങളും സമാന്തരമായി സഞ്ചരിക്കും. കൊറോണയുടെ കൃത്യമായ ചിത്രങ്ങൾ രേഖപ്പെടുത്തുകയാണ് ദൗത്യത്തിന്റെ അന്തിമ ലക്ഷ്യം. ISROയുടെ വാണിജ്യ വിക്ഷേപണ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡുമായാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി കരാറുണ്ടാക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, ജനം. കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെട്ട സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ കുട്ടികൾക്കായി വൈദ്യ പരിശോധന നടത്തും. ശിശുരോഗ മാനസികാരോഗ്യ വിദഗ്ധർ അടങ്ങിയ മെഡിക്കൽ ടീമിനെ നിയോഗിച്ചാകും പരിശോധന. ടീമിനെ നിയോഗിക്കാൻ ആവശ്യപ്പെട്ട് CWC ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് കത്ത് നൽകും. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിലെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും അടിയന്തര മെഡിക്കൽ പരിശോധന നടത്താനാണ് തീരുമാനം. പരിശോധനയ്ക്ക് പ്രത്യേക മെഡിക്കൽ ടീമിനെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ശിശുക്ഷേമ സമിതി DMOയ്ക്കുടൻ കത്ത് നൽകും. പ്രത്യേക സംഘത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരും ഉണ്ടാകും. ഇവരുടെ കൌൺസിലിംഗിൽ എന്തെങ്കിലും തരത്തിലുള്ള പീഡന വിവരം പുറത്തുവന്നാൽ ശക്തമായ നടപടിയെടുക്കാനാണ് തീരുമാനം. കൃത്യമായ ഇടവേളകളിൽ മോണിറ്ററിംഗ് സമിതിയെ കൊണ്ട് മിന്നൽ പരിശോധന നടത്താനും തീരുമാനമെടുത്തിട്ടുണ്ട്. 2.5 വയസ്സുകാരിയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവത്തിന് പിന്നാലെ മുന്നായ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ വലിയ പ്രതിഷേധങ്ങളെ താൽക്കാലികമായി ശമിപ്പിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ഉയരുന്ന വിമർശനം. കുഞ്ഞുങ്ങൾക്ക് മെഡിക്കൽ പരിശോധന നിർബന്ധമായും നടത്തണമെന്ന നിയമം ഇതുവരെ പാലിക്കപ്പെടാത്തതിനെതിരെയും ആക്ഷേപം ഉയരുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ ആയമാർ ഉൾപ്പെടെയുള്ളവരുടെ നിയമനങ്ങളിൽ CPM നേതാക്കളുടെ ഇടപെടൽ വ്യാപകം. LC സെക്രട്ടറി, 3 LC അംഗങ്ങൾ, 2 ബ്രാഞ്ച് സെക്രട്ടറിമാർ എന്നിവർ നിയമനം നേടി. അതേസമയം ശിശുക്ഷേമ സമിതിയിലെ ആയമാരുടെ പീഡനം, വഴിവിട്ട രാഷ്ട്രീയ നിയമനം എന്നിവയ്ക്കെതിരെ മഹിളാ ഐക്യവേദി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശുക്ഷേമ സമിതിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സൂര്യ പ്രേം പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിയമനം നടത്തുന്നത് രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പുറത്താണ്. ഈ ശിശുക്ഷേമ സമിതിയുടെ പ്രസിഡന്റ് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നിങ്ങൾ ഇന്ന് അറസ്റ്റ് ചെയ്ത 3 ആയമാരും പഴുതുകളിലൂടെ സുരക്ഷിതരായി ഇറങ്ങി പുറത്തു വരുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിനെതിരെ സമഗ്ര അന്വേഷണം വേണം. പിഞ്ചു കുഞ്ഞുങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടാനാണ് നിങ്ങളുടെ സമിതിയിൽ എത്തുന്നത്. അവർക്ക് വേണ്ടുന്ന സംരക്ഷണം ഏർപ്പെടുത്തണം. സർക്കാരും പോലീസുമായിട്ടുള്ള ഒത്തുകളി അവസാനിപ്പിക്കണം. വൈദ്യുതി നിരക്ക് വർധനവ് ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രിയുമായി റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തും. 10 പൈസ മുതൽ 20 പൈസ വരെ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. 35 പൈസ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 50 യൂണിറ്റിന് താഴെ വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് ചാർജ് വർധനവ് ബാധിക്കില്ല. വേനൽക്കാല താരിഫ് ഒഴിവാക്കണമെന്ന ആവശ്യം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായെന്നും ഇതിനാൽ വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞിരുന്നു. ആലപ്പുഴ കളർകോട് വാഹന അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് വാഹനം നൽകിയത് നിയമവിരുദ്ധമായി. മരിച്ച അബ്ദുൾ ജബ്ബാറിന്റെ ലൈസൻസ് സഹോദരനിൽ നിന്ന് വാങ്ങിയത് അപകടശേഷമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വാഹനം വിദ്യാർത്ഥികൾ 1000 രൂപയ്ക്ക് വാടകയ്ക്കെടുത്തെന്ന് പോലീസ്. വാഹനം ഓടിച്ച ഗൗരി ശങ്കറിനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. അപകടത്തിന് തൊട്ടു മുൻപ് വിദ്യാർത്ഥികൾ ടവേര കാറിൽ ഇന്ധനം നിറയ്ക്കാൻ പമ്പിലെത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ജനം TVക്ക് ലഭിച്ചു. അപകടമുണ്ടായ ടവേര കാർ വാടകയ്ക്ക് നൽകിയതല്ലെന്നും സൗഹൃദത്തിന്റെ പേരിൽ നൽകിയതെന്നുമായിരുന്നു വാഹന ഉടമ ഷാമിൽ ഖാന്റെ മൊഴി. എന്നാൽ ഷാമിൽ ഖാന് 1000 രൂപ താൻ ഗൂഗിൾ പേ ചെയ്തു നൽകിയെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഗൗരി ശങ്കർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അപകടത്തിൽപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ടവേര കാറിൽ 3 വിദ്യാർത്ഥികൾ വണ്ടാനത്തെ പമ്പിലെത്തി പെട്രോൾ നിറയ്ക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ധനം നിറച്ച ശേഷമാണ് കാത്തുനിന്ന സുഹൃത്തുക്കളെ കയറ്റിയത്. അതേസമയം ഷാമിൽ ഖാന് റെന്റ് ക്യാബ് ലൈസൻസ് ഇല്ലെന്നും അപകടശേഷമാണ് മരിച്ച അബ്ദുൾ ജബ്ബാറിന്റെ ലൈസൻസ് സഹോദരനിൽ നിന്ന് വാങ്ങിയതെന്നും ആലപ്പുഴ RTO AK ദിലു പറഞ്ഞു. വാടകയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ആളിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ കേട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ അദ്ദേഹം 10:30 ഈ കുട്ടിയുടെ ലൈസൻസ് വാട്സപ്പിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ ചെയ്തതായിട്ട് പോലീസൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയും. നിയമവിരുദ്ധമായാണ് കാർ വാടകയ്ക്ക് നൽകിയതെന്നും ഉടമയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ആലപ്പുഴ SP MP മോഹനചന്ദ്രനും അറിയിച്ചു. അത് അന്വേഷിക്കുന്നു.
റെൻ്റേ കാറിനുള്ള ലൈസൻസ് ഇല്ലെങ്കിൽ അതിനുള്ള ലീഗൽ ആക്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ലൈസൻസ് ഉണ്ട്. ഓക്കെ, ഒരു 5 മാസം മുമ്പുള്ള ഒരു ലൈസൻസ് ഉണ്ട്. ആ കുട്ടിക്ക് ലൈസൻസ് ഉണ്ട്. അത് ഒരെൻ്റെ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 1000 ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ട് കൂടി പരിശോധിക്കാറുണ്ട്. പക്ഷെ 1 അത് റെന്റിന് കൊടുത്തായിട്ടാണ് മനസ്സിലായത്. വാഹനമോടിച്ച ഗൗരിശങ്കറിനെ പ്രതി ചേർത്ത് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിട്ടുള്ളത്. ജനം, ആലപ്പുഴ. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസിയുടെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം മന്ത്രവാദ സംഘമെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. കേസിൽ മന്ത്രവാദിനിയായ കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമ, ഇവരുടെ ഭർത്താവ് ഉബൈസ്, മധൂർ സ്വദേശി ആയിഷ, പൂച്ചക്കാട്ട് സ്വദേശി അസ്നിഫ എന്നിവരാണ് അറസ്റ്റിലായത്. മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് അബ്ദുൽ ഗഫൂറിൽ നിന്ന് മന്ത്രവാദ സംഘം 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു. ഈ സ്വർണം തിരിച്ചു നൽകാതിരിക്കാനാണ് അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതികൾ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഹൈദരാബാദിൽ സിനിമ റിലീസിനിടെ തിയേറ്ററിലുണ്ടായ സംഘർഷത്തിൽ ഒരു മരണം. അല്ലു അർജുൻ നായകനായ പുഷ്പ 2 സിനിമ റിലീസിനിടെയാണ് സംഘർഷമുണ്ടായത്. ഹൈദരാബാദ് സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത്. ഹൈദരാബാദിലെ RTC റോഡിലെ സന്ധ്യ തിയേറ്ററിൽ ഇന്നലെ രാത്രി പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കായി വൻ ജനാവലിയായിരുന്നു എത്തിയത്. പ്രീമിയർ ഷോ കാണാൻ നായകൻ അല്ലു അർജുനും സംവിധായകൻ സുകുമാറും അപ്രതീക്ഷിതമായി നേരിട്ടെത്തിയതോടെ തിരക്ക് നിയന്ത്രണാതീതമായി. അല്ലു അർജുൻ എത്തിയതറിഞ്ഞ് തടിച്ചുകൂടിയ ജനക്കൂട്ടം ഗേറ്റ് തകർത്ത് തിയേറ്ററിനുള്ളിലേക്ക് ഇരമ്പി. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടിയും വന്നു. ഈ തിക്കിലും തിരക്കിലും പെട്ടാണ് ഹൈദരാബാദ് ദിൽസുഖ് നഗർ സ്വദേശിനി രേവതിക്ക് ജീവൻ നഷ്ടമായത്. ബോധരഹിതനായ മകൻ തേജിനെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം. വഖഫ് അധിനിവേശം. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികളും മറ്റ് ഹൈന്ദവ സന്യാസിമാരും ഇന്ന് മുനമ്പം സന്ദർശിക്കും. വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒപ്പമുണ്ടാകും. വഖഫ് അധിനിവേശത്തിനെതിരായ മുനമ്പം സമരം ഇന്ന് 54ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം പ്രശ്നപരിഹാരം തേടാൻ നിയോഗിച്ച ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ ചെയർമാനായുള്ള ജുഡീഷ്യൽ കമ്മീഷൻ പ്രവർത്തനം തുടങ്ങി. മുനമ്പത്തെ വഖഫ് വിഷയത്തിൽ UDF-നുള്ളിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം തള്ളുകയാണ് മുസ്ലിം ലീഗ്. മുനമ്പം വിഷയം UDF ചർച്ച പോലും ചെയ്തിട്ടില്ലെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. സംസ്ഥാന സർക്കാർ നിലപാട് വഖഫ് ബോർഡിനൊപ്പമാണെന്ന ആരോപണവും ശക്തമാവുകയാണ്. ജീവിക്കാനുള്ള പോരാട്ടം മുനമ്പത്തെ ജനത ഇപ്പോഴും തുടരുകയാണ്. അവരുടെ സമരം 54ാം ദിവസം പിന്നിടുമ്പോഴും പിണറായി സർക്കാർ അത് കണ്ടില്ലെന്നടിക്കുകയാണെന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. CPM-ന്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമാണെങ്കിലും UDF-ൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ വാദം തള്ളുകയാണ് ലീഗ് നേതാവ് MK മുനീർ. മുനമ്പം വിഷയം UDF-നകത്ത് ചർച്ച പോലും ചെയ്തിട്ടില്ലെന്നാണ് മുനീർ പറഞ്ഞത്. മുനമ്പവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം എന്താണ് ആ വിഷയം എന്ന് പറയേണ്ടത് ഗവൺമെൻറ്റാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. UDF എന്ന് പറയുന്ന കാര്യം UDF ഇരുന്ന് ആലോചിച്ച് പറയും. അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ ഒരുമിച്ചിരുന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഇതിൽ എടുക്കേണ്ട നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ചർച്ച വന്നിട്ടില്ല. UDF-ന്റെ ചർച്ച കഴിഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസ് മുനമ്പത്തുകാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുമ്പോഴും അതിലെ ആത്മാർത്ഥതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ലീഗിനെ പിണക്കി ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. മുനമ്പം വിഷയത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ നിലപാട് എന്താണെന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ജനം, കോഴിക്കോട്.
സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി സർക്കാർ ജീവനക്കാർ വാങ്ങിയെന്ന വിവാദം തുടരുന്നതിനിടെ ഓണക്കിറ്റ് വാങ്ങിയവരിലും അനർഹർ. ഓണക്കിറ്റ് വാങ്ങുന്ന മഞ്ഞ റേഷൻ കാർഡ് ഉടമകളിൽ അനർഹർ ഉണ്ടെന്ന് ഭക്ഷ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 1888 മഞ്ഞ റേഷൻ കാർഡ് ഉടമകളാണ് അനർഹർ എന്ന് പരിശോധനയിൽ കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ ഓണക്കാലത്തെ ഭക്ഷ്യക്കിറ്റ് വാങ്ങിയവരിലാണ് അനർഹർ കടന്നുകൂടിയത്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമായിരുന്നു ഓണക്കാലത്ത് സർക്കാർ ഭക്ഷ്യക്കിറ്റ് നൽകിയത്. ഇതിനായി സപ്ലൈകോ മുഖേന 5.5 ലക്ഷത്തോളം കിറ്റുകളും തയ്യാറാക്കി. തുണിസഞ്ചി അടക്കം 14 ഇന സാധനങ്ങളായിരുന്നു കിറ്റിലുണ്ടായിരുന്നത്. അർഹതപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും കിറ്റ് എത്തിക്കുകയായിരുന്നു ഭക്ഷ്യവകുപ്പ് ലക്ഷ്യം. എന്നാൽ വാങ്ങിയതാകട്ടെ ഏറിയ പങ്കും അനർഹർ. കിറ്റ് വിതരണം കഴിഞ്ഞതിന് പിന്നാലെയാണ് മഞ്ഞക്കാർഡ് ഉടമകളിൽ ആരൊക്കെ കിറ്റ് വാങ്ങിയിട്ടില്ല എന്ന് സർക്കാർ കണ്ടെത്തിയത്. സംസ്ഥാനത്തെ 27,128 AAY മഞ്ഞക്കാർഡ് ഉടമകൾ കിറ്റ് വാങ്ങിയിട്ടില്ലെന്ന് കണ്ടെത്തി. ഓരോ ജില്ല തിരിച്ചും കിറ്റ് കൈപ്പറ്റാത്തവരുടെ കണക്ക് ഭക്ഷ്യവകുപ്പ് എടുത്തിട്ടുണ്ട്. 1/4 ലക്ഷത്തിലധികം വരുന്ന കണക്കിൽ 1888 പേർ AAY കാർഡിന് അർഹർ അല്ലെന്ന് വകുപ്പ് കണ്ടെത്തി. അനർഹമായി പട്ടികയിൽ ഇടം നേടിയവരെ ഒഴിവാക്കാൻ ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത തവണ ഓണക്കിറ്റ് വിതരണം ചെയ്യുമ്പോൾ ഇവരുടെ പേരുണ്ടാകില്ല എന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. അതേസമയം സാമൂഹ്യക്ഷേമ പെൻഷൻ അനർഹമായി സർക്കാർ ജീവനക്കാർ വാങ്ങിയെന്ന വിവാദം കെട്ടടങ്ങും മുൻപാണ് ഭക്ഷ്യവകുപ്പിന്റെ ഈ കണ്ടെത്തൽ. ജനം, തിരുവനന്തപുരം. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളോ കൊടിയോ മാറ്റിയാൽ തദ്ദേശ സെക്രട്ടറിമാർ തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പു പറയാൻ സാധിക്കുമോ എന്ന് ഹൈക്കോടതി. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനും പിഴ ചുമത്തുന്നതിനും തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കാണ് ഉത്തരവാദിത്വം. നടപടിയെടുക്കുന്നതിന് ഭീഷണിയുണ്ടായാൽ ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. നഗരങ്ങളിലെ അനധികൃത ബോർഡുകൾ നീക്കുന്നത് സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശങ്ങൾ. അനധികൃത ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനും പിഴ ചുമത്തുന്നതിനും തദ്ദേശ ഭരണ സെക്രട്ടറിമാരാണ് ഉത്തരവാദികൾ എന്ന് അഭിപ്രായപ്പെട്ട കോടതി ഇത്തരം ബോർഡുകൾ നീക്കം ചെയ്യാൻ എല്ലാ തദ്ദേശ ഭരണ സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകി. സ്ക്വാഡുകൾ രൂപീകരിച്ച് നിയമലംഘനം തടയണം. നടപടിയെടുക്കുന്നതിന് ഭീഷണിയുണ്ടായാൽ ആവശ്യമായ പോലീസ് സംരക്ഷണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ബോർഡ് വെക്കാനാണ് ഇന്ന് ബോർഡുകളിലെ ഹാൻഡ് റെയിലുകളെന്ന് കോടതി വിമർശിച്ചു. ഈ ബോർഡുകളെ തൊടാൻ തദ്ദേശ സെക്രട്ടറിമാർക്കും ഭയമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡോ കൊടിയോ മാറ്റിയാൽ സെക്രട്ടറിക്ക് തല്ലുകൊള്ളില്ലെന്ന് ഉറപ്പു പറയാൻ പറ്റില്ലല്ലോ. അടി മാത്രമല്ല, ട്രാൻസ്ഫർ ഉൾപ്പെടെ ലഭിക്കുമെന്നും ഹൈക്കോടതി വിമർശിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാവരുത് ബോർഡുകൾ. മീഡിയനിൽ വെക്കുന്ന ബോർഡുകളൊന്നും പുതുതലമുറ നോക്കാറില്ല. ജനങ്ങളിൽ ഭൂരിഭാഗത്തിനും ഇത് താല്പര്യമില്ല. എന്നാൽ രാഷ്ട്രീയക്കാരെ പേടിയാണ്. കേരളത്തിലെ നിരത്തിൽ അനധികൃത കൊടിയോ ബോർഡോ ഉണ്ടെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമല്ലെന്ന് പറയാൻ പറ്റില്ലെന്നും ഹൈക്കോടതി വിമർശിച്ചു. തുടർന്ന് തദ്ദേശ വകുപ്പ് സെക്രട്ടറി നേരിട്ട് ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജനം, കൊച്ചി. ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തി കണ്ണൂരിൽ LDFന്റെ പോസ്റ്റ് ഓഫീസ് ഉപരോധം. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് പന്തൽ നിർമ്മാണത്തിനിടയിലാണ് KSRTC ബസ് കുടുങ്ങുകയും പന്തലിന് മുകളിൽ നിന്ന് വീണ് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തിക്കൊണ്ടായിരുന്നു LDFന്റെ കണ്ണൂർ പോസ്റ്റ് ഓഫീസ് ഉപരോധം. റോഡ് പൂർണ്ണമായും അടച്ച് പന്തൽ കെട്ടിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ഗതാഗതം തടസ്സപ്പെട്ടതോടെ ജനങ്ങളും ബുദ്ധിമുട്ടിലായി. റോഡ് ഇത്തരത്തിൽ പൂർണ്ണമായും അടച്ചുകെട്ടി രാഷ്ട്രീയ പരിപാടി നടത്താൻ യാതൊരു അനുമതിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇതേ പരിപാടിക്ക് വേണ്ടി പന്തൽ കെട്ടുന്നതിനിടെ KSRTC ബസ് കുടുങ്ങുകയും മുകളിൽ നിന്ന് വീണ് ഒരു തൊഴിലാളിക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മുന്നറിയിപ്പ് ബോർഡ് പോലുമില്ലാതെ ഗതാഗതം തടസ്സപ്പെടുത്തി പന്തൽ നിർമ്മിക്കുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെയാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡ് പൂർണ്ണമായും അടച്ചുകെട്ടി സമരപ്പന്തൽ കെട്ടുകയും സമരം നടത്തുകയും ചെയ്തത്. ജനം, കണ്ണൂർ. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാനെതിരായ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ക്രൈംബ്രാഞ്ച് സംഘത്തെ പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ഭരണഘടനാ അധിക്ഷേപത്തിൽ സജി ചെറിയാന് പരമാവധി കവചമൊരുക്കുകയാണ് സർക്കാർ. സത്യസന്ധനായ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ അടയിരുന്നത് ഒരാഴ്ചയിലേറെ.
ഒടുവിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് അന്വേഷണ സംഘം രൂപീകരിച്ചത്. കൊല്ലം ക്രൈംബ്രാഞ്ച് SP സുരേഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സജി ചെറിയാന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് പോലെയുള്ള പ്രാഥമിക നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി അപ്പീൽ പോകുന്നത് വരെ കാര്യമായ അന്വേഷണം ഉണ്ടാകില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഹൈക്കോടതി വിധിയിൽ അപ്പീൽ പോകാൻ CPM സജി ചെറിയാൻ അനുമതി നൽകിയിരുന്നു. എന്നാൽ തിരിച്ചടി ഭയന്ന അപ്പീൽ നീക്കം വൈകിപ്പിക്കുകയാണ് മന്ത്രി. അധിക്ഷേപം ഭരണഘടനയ്ക്കെതിരെ ആയതിനാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളാനാണ് സാധ്യത. അങ്ങനെ വന്നാൽ ധാർമ്മികത ഒരു പ്രാവശ്യം മതിയെന്ന നിലപാട് ആവർത്തിക്കാതെ രാജിവെക്കേണ്ടി വരുമെന്നതാണ് സജി ചെറിയാനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. ജനം, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കാനൊരുങ്ങി EDയും SFIOയുടെ അന്തിമ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് ED തുടർ നടപടികൾ സ്വീകരിക്കും. കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം കോർപ്പറേറ്റ് അഴിമതിയും സാമ്പത്തിക ക്രമക്കേടുകളും EDയുടെ അന്വേഷണ പരിധിയിലുമുണ്ട്. CMRലും മുഖ്യമന്ത്രിയുടെ മകൾ TVNയുടെ ഉടമസ്ഥതയിലുള്ള എക്സലോജിക്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത, കള്ളപ്പണ ഇടപാട് സാധ്യതകൾ, സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ, കോർപ്പറേറ്റ് അഴിമതി എന്നിവയാണ് EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. ആദായ നികുതി കണക്കുകളിൽ കാണിക്കാത്ത 103 കോടി രൂപയുടെ ചെലവുകൾ ആദായ നികുതി വകുപ്പും ROCയും കണ്ടെത്തിയിരുന്നു. ROCയുടെ തൽസ്ഥിതി റിപ്പോർട്ടിലും ഇത് വ്യക്തമാക്കിയിരുന്നു. കള്ളക്കണക്കുകളിൽ കാണിച്ചിരിക്കുന്ന പണം ആർക്കാണ് കൈമാറിയത് എന്നതിലെ ദുരൂഹത പുറത്തുവരേണ്ടതുണ്ട്. ഇതു സംബന്ധിച്ച നിർണായക ചോദ്യം ചെയ്യലുകളിലേക്ക് EDക്ക് കടക്കേണ്ടതുണ്ട്. സർക്കാരിൽ നിന്ന് അനധികൃത സേവനങ്ങൾ കൈപ്പറ്റിയതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് നൽകിയ മാസപ്പടിയാണ് CMRൽ എക്സലോജിക് ഇടപാടുകൾ എന്നായിരുന്നു ഉയർന്ന ആരോപണം. എന്നാൽ IT സേവനങ്ങൾ നൽകിയതിനാണ് 1,72,00,000 രൂപ ലഭിച്ചതെന്ന് എക്സലോജിക്കും പണം നൽകിയത് സേവനങ്ങൾക്കാണെന്ന് CMRലും വാദിച്ചിരുന്നു. 103 കോടി രൂപയുടെ കൃത്രിമ കണക്കുകളിൽ CMRലിന് മറുപടിയില്ല. ഇതുവരെ നടത്തിയ അന്വേഷണ പുരോഗതി വിലയിരുത്തിയും 2 ആഴ്ചക്കകം SFIO ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് കൂടി പരിശോധിച്ചുമായിരിക്കും EDയുടെ തുടർ നീക്കങ്ങൾ. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി. സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് KRail MD അജിത് കുമാർ. തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അതേസമയം പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊച്ചിയിലെ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിലായിരുന്നു റെയിൽവേയുടെ നിർമ്മാണ വിഭാഗം ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജി സക്കറിയയും KRail MD അജിത് കുമാറും തമ്മിലുള്ള ചർച്ച നടന്നത്. ആദ്യഘട്ട ചർച്ച പോസിറ്റീവായിരുന്നുവെന്ന് KRail MD അജിത് കുമാർ പറഞ്ഞു. We had some initial discussions. We will continue with the meeting. കഴിഞ്ഞ സർ ഇന്നത്തെ ചർച്ച കഴിഞ്ഞു. We had some initial discussions. Initial discussion കഴിഞ്ഞു. ഇനി ചർച്ച കണ്ടിന്യൂ ചെയ്യും. അതേസമയം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കേരളത്തെ സാമ്പത്തികമായും പാരിസ്ഥിതികമായും തകർക്കുന്ന സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പൊ കേന്ദ്രത്തിന്റെ പല അഭിപ്രായങ്ങളിലൂടെ വന്നിരിക്കുന്നത്. കാരണം ഇതിന്റെ DPR എന്ന് പറയുന്നത് പൂർണ്ണമല്ല. ഒരു പഠനങ്ങളും നടത്താതെയാണ് DPR തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ അലൈൻമെന്റിൽ 198 കിലോമീറ്റർ 530 198 കിലോമീറ്റർ ദൂരം ഇന്ത്യൻ റെയിൽവേയുടെ സ്ഥലം അലൈൻമെന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അത് റെയിൽവേയുടെ അനുമതിയില്ലാതാണ്. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലിരിക്കുന്ന സ്ഥലം എങ്ങനെയാണ് കേരള സർക്കാർ അതിന്റെ അലൈൻമെന്റിൽ പെടുത്തുന്നത്? സിൽവർ ലൈനിന്റെ DPRൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ചർച്ചയാണ് ഇന്ന് നടന്നത്. വന്ദേ ഭാരത് കൂടി ഓടിക്കാവുന്ന ബ്രോഡ്ഗേജ് പാത മതിയെന്ന കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് DPRൽ മാറ്റം വരുത്താൻ സംസ്ഥാനം തയ്യാറാകുമോ എന്നതാണ് ഇനി നിർണായകം. ജനം, കൊച്ചി. തൃശൂർ പാലപ്പിള്ളിയിൽ മാലിന്യക്കുഴിയിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനയെ രക്ഷിക്കാൻ 4 മണിക്കൂറിലേറെ നീണ്ട ശ്രമം വിഫലമായി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. പുലർച്ചെ 6 മണിക്കാണ് സംഭവം. ആൾതാമസമില്ലാത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലെ കുഴിയിലാണ് ആന വീണത്. പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി JCB ഉപയോഗിച്ച് ആനയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ആനയ്ക്ക് 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുണ്ടാകാമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എലിക്കോട് റാഫി എന്നയാളുടെ കക്കൂസുകുഴിയിലാണ് കാട്ടാന വീണത്. രാവിലെ 8 മണിയോടെ നാട്ടുകാരാണ് കാട്ടാനക്കുട്ടി സെപ്റ്റിക് ടാങ്കിൽ വീണത് കണ്ടത്. ആനയുടെ പിൻകാലുകൾ പൂർണ്ണമായും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. 11:30 ആന ചെരിഞ്ഞെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. കുഴിയിൽ വീണ ശേഷം ആന അതീവ അവശനിലയായിരുന്നു. ജനം, തൃശൂർ.
മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ. ഇന്നലെ രാത്രി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചിരുന്നു. നിലവിൽ ഗൂഡാർവിള എസ്റ്റേറ്റിലാണ് കാട്ടാനയുള്ളത്. തോട്ടത്തിൽ ആന നിലയുറപ്പിച്ചതോടെ തൊഴിലാളികളും ആശങ്കയിലാണ്. എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങുമെന്നതിനാൽ തൊഴിൽ മുടങ്ങുന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. ജനവാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആനയെ നിരീക്ഷിക്കാനും തുരത്താനും വനം വകുപ്പ് RRT സംഘത്തിന്റെ സേവനം ലഭ്യമാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആനയെ നിരീക്ഷിക്കാൻ നിയോഗിച്ച സ്പെഷ്യൽ RRT എവിടെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.